എന്നാൽ നമ്മളാണ് സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 28 പറയുന്നത്, നിങ്ങളെ സൃഷ്ടിക്കുന്നതും പുനർജീവിപ്പിക്കുന്നതും ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനർജീവിക്കുന്നതും പോലെ തന്നെയാണെന്ന്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനത്രേ. അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? അവൻ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാം നിർണിതമായ ഒരു അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു അവധി വരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് നീ ആലോചിച്ചിട്ടില്ലേ? നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യം സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് നീ ഇതൊന്നും ആലോചിച്ചിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥ ഖുർആൻ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സൃഷ്ടാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ക്യാമറയ്ക്കുള്ളിലുള്ള ജീവിതം പോലെയാണ്. എന്നാൽ ഇതൊക്കെ നാളെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുള്ള ഓർമ്മ നമ്മളില്ലാതെ പോയാൽ അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു ആണ് സത്യമായിട്ടുള്ളവൻ. അവന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം വ്യർത്ഥമാകുന്നു. അള്ളാഹു തന്നെയാവുന്നു ഉന്നതനും വലിയവനും. കടലിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അത്ര അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്. 34-ാമത്തെ സൂക്തം പറയുന്നത്, തീർച്ചയായും അള്ളാഹുവിന്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയിട്ടുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്നത് ഒരാൾക്കും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. അപ്പൊ അള്ളാഹുവിനാണ് എല്ലാ അറിവും കെടുക്കുന്നത്. നമ്മളെ പറ്റിയിട്ടുള്ള പൂർണ്ണ അറിവ് സൃഷ്ടാവിന്റെ കൈകളാണ്. നമ്മളെ കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളത് എല്ലാ കാര്യം സൃഷ്ടാവിനെ അറിയാം. സൃഷ്ടാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നമുക്ക് മുതൽ നാളെ വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അള്ളാഹിനെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, സൃഷ്ടാവിനെ യഥാർത്ഥത്തിൽ അവർ നിഷേധിക്കുന്നില്ല. അവര് സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നിട്ട് പോലും സൃഷ്ടാവിനെ പറ്റിയിട്ടാണ് അവർ എത്ര മോശമായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം അറിവ് പഠിക്കുക, എന്നിട്ട് മാത്രം മറ്റുള്ളവരെയും കൂടെ അതിൽ നിന്ന് തെറ്റിപ്പിക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടത്.